1982 ജനുവരി 6 അമേരിക്കയിലെ കൊളറാഡോ സ്റ്റേറ്റിലുള്ള ബ്രക്കൻ റിഡ്ജ് എന്ന സ്ഥലത്തു നിന്നും 2 സ്ത്രീകളെ ദുരൂഹമായ സാഹചര്യത്തിൽ കാണാതാവുന്നു. 21 വയസ്സുള്ള അനറ്റ് ഷ്നീ, 29 വയസ്സുള്ള ബോബി ജോ ഓബർഹോൾസർ എന്നിവരെയാണ് കാണാതായത്. ഇരുവരും കടത്തപ്പെട്ടതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ ബോബി ജോയുടെ ഡെഡ് ബോഡി കണ്ടെത്തി. എന്നാൽ 6 മാസങ്ങൾക്ക് ശേഷമാണ് അനറ്റ് ഷ്നീയുടെ ഡെഡ് ബോഡി ലഭിച്ചത്. രണ്ടാളുടെയും കില്ലർ ഒരാൾ തന്നെയാണെന്ന് ക്രൈം സീനിൽ നിന്ന് ലഭിച്ച തെളിവുകൾ വെച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞെങ്കിലും നീണ്ട 40 വർഷങ്ങൾക്ക് ശേഷം 2022 കില്ലറിനെ അറസ്റ്റ് ചെയ്യാനായത്. പക്ഷേ ഈ കേസിലെ ട്വിസ്റ്റ് ഇതൊന്നുമല്ല. ഈ കൊലപാതകം നടന്ന ദിവസം 10,000 അടി ഉയരത്തിൽ പറന്നുകൊണ്ടിരുന്ന ഒരു വിമാനത്തിലെ യാത്രക്കാരനായ പോലീസ് ഉദ്യോഗസ്ഥൻ ഈ കില്ലറിനെ ആ വിമാനത്തിനകത്ത് നിന്നും കണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? എന്നാൽ വിശ്വസിച്ചേ മതിയാവൂ. ഇത്തരം വിചിത്രമായ പല സംഭവങ്ങളും അരങ്ങേറിയ ഒരു കോൾഡ് കേസാണിത്. യഥാർത്ഥത്തിൽ എന്തായിരുന്നു അനറ്റ് ഷ്നീയുടെയും ബോബി ജോയുടെയും ജീവിതത്തിൽ സംഭവിച്ചത്? അവരെ കൊലപ്പെടുത്തിയ കില്ലർ ആരായിരുന്നു? 10,000 അടി ഉയരത്തിൽ പറന്നിരുന്ന ഒരു വിമാനത്തിൽ നിന്നും ആ പോലീസ് ഉദ്യോഗസ്ഥൻ കില്ലറിനെ കാണാനിടയായ സാഹചര്യം എന്തായിരുന്നു? നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു. വെൽക്കം ബാക്ക്. ജനുവരി 6 ബ്രക്കൻ റിഡ്ജ്, കൊളറാഡോ. മലനിരകൾ നിറഞ്ഞ ബ്രക്കൻ റിഡ്ജ് ടൗണിൽ കനത്ത മഞ്ഞുവീഴ്ചയുള്ള ദിവസമായിരുന്നു അന്ന്. താപനില -ഡിഗ്രിയിലേക്ക് താഴ്ന്നിരിക്കുന്നു. ശൈത്യകാലത്തെ മഞ്ഞോടുകൂടിയ കൊടുങ്കാറ്റ് വീശിയടിക്കുന്നുണ്ട്. എങ്ങും ഭയാനകമായ അന്തരീക്ഷമായിരുന്നു. ജോലി കഴിഞ്ഞിറങ്ങുന്ന ആളുകളെല്ലാം കിട്ടുന്ന വണ്ടികളിൽ ലിഫ്റ്റ് ചോദിച്ചും മറ്റുമെല്ലാം അവരുടെ വീടുകളിലേക്ക് പോകുന്ന തിരക്കിലായിരുന്നു. സമയം ഈവനിങ് 4 മണിയായി കാണും. ബ്രക്കൻ റിഡ്ജിൽ നിന്നും 15 കിലോമീറ്ററോളം മാറിയുള്ള ഒരു സിറ്റിയാണ് ഫ്രിസ്കോ. അവിടെയുള്ള ഹോളിഡേ ഇന്നിൽ ഹൗസ് കീപ്പറായി ജോലി ചെയ്തു വന്നിരുന്ന പെൺകുട്ടിയായിരുന്നു 21 വയസ്സുള്ള അനറ്റ് ഷ്നീ. ഹാർഡ് വർക്കറായ അനറ്റ് പകൽ സമയങ്ങളിൽ ഹൗസ് കീപ്പറായും രാത്രി സമയങ്ങളിൽ ഒരു ബാറിൽ കോക്ടെയിൽ വെയിട്രസ് ആയിട്ടുമാണ് ജോലി ചെയ്തിരുന്നത്. അന്ന് വൈകുന്നേരം അനറ്റ് ഷ്നീ ജോലി സമയം തീരുന്നതിന് മുൻപ് തന്നെ പെർമിഷൻ ചോദിച്ച് ഹോളിഡേ ഇന്നിൽ നിന്നും പുറത്തിറങ്ങി. കാരണം 4 മണിക്ക് അവൾക്കൊരു ഡോക്ടറിനെ കാണാനുള്ള അപ്പോയിന്റ്മെന്റ് ലഭിച്ചിരുന്നു. ഡോക്ടറിനെ കണ്ടിറങ്ങിയ അനറ്റ് നേരെ പോയത് ഒരു മെഡിക്കൽ ഷോപ്പിലേക്കാണ്. അനറ്റ് ഷ്നീ മെഡിക്കൽ ഷോപ്പിലെ ജീവനക്കാരിയോട് സംസാരിച്ചു നിൽക്കുന്നതും മരുന്ന് വാങ്ങുന്നതുമെല്ലാം അവളുടെ ഒരു സുഹൃത്ത് കണ്ടിരുന്നു. അതായിരുന്നു പരിചയമുള്ള ഒരാൾ അവളെ അവസാനമായി കണ്ട നിമിഷം. ഈവനിങ് 4:45 ഫ്രിസ്കോയിലെ മെഡിക്കൽ ഷോപ്പിന് മുന്നിൽ നിന്നും ബ്രക്കൻ റിഡ്ജിലെ താമസ സ്ഥലത്തേക്ക് അനറ്റ് ഷ്നീ ഒരു വാഹനത്തിൽ ലിഫ്റ്റ് ചോദിച്ച് കയറിപ്പോയി എന്നാണ് കരുതപ്പെടുന്നത്. അതിനുശേഷം അവളെ ആരും ജീവനോടെ കണ്ടിട്ടില്ല. സമയം ഈവനിങ് 6:15. ബ്രക്കൻ റിഡ്ജിൽ ഗ്രഹോപകരണങ്ങൾ റിപ്പയർ ചെയ്യുന്ന സ്ഥാപനം നടത്തുന്ന വ്യക്തിയാണ് ജെഫ് ഓബർഹോൾസർ. അന്ന് കാലാവസ്ഥ വളരെ മോശമായതിനാൽ ജെഫ് പെട്ടെന്ന് തന്നെ കടയടച്ച് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി. സാധാരണ 5:30 ജെഫിന്റെ ഭാര്യ ബോബി ജോ ഓബർഹോൾസർ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുന്നതാണ്. എന്നാൽ ഇന്ന് 6:15 അവൾ വീട്ടിലെത്തിയിട്ടില്ല. 29 വയസ്സുള്ള ബോബി ജോ ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. കാലാവസ്ഥ വളരെ മോശമായതുകൊണ്ടാവും ബോബി ജോ വരാൻ വൈകുന്നത് എന്നാണ് ജെഫ് ചിന്തിച്ചത്. എന്നാൽ 6:30 ആ വീട്ടിലേക്കൊരു ഫോൺ വന്നു. ഒരു പബ്ലിക് പേ ഫോണിൽ നിന്നും ബോബി ജോയാണ് വിളിച്ചത്. പതിവിലും സന്തോഷത്തോടെയാണ് അവൾ സംസാരിച്ചത്. കാരണം അവൾക്ക് ജോലിയിൽ പ്രൊമോഷൻ ലഭിച്ചിരിക്കുന്നു. അതിനാൽ ഫ്രണ്ട്സിന് ട്രീറ്റ് കൊടുക്കുന്നതിനായി ഒരു ബാറിലേക്ക് വന്നിരിക്കുകയാണെന്നും അധികം വൈകാതെ വീട്ടിലെത്തിക്കോളാമെന്നുമാണ് അവൾ പറഞ്ഞത്. കനത്ത മഞ്ഞുവീഴ്ചയുള്ളതിനാൽ അധികം വൈകരുതെന്ന് പറഞ്ഞ് ജെഫ് ഫോൺ വയ്ക്കുമ്പോൾ അതാണ് തന്റെ ഭാര്യയുടെ ശബ്ദം അവസാനമായി കേൾക്കുന്ന നിമിഷമെന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. TV കണ്ടിരുന്ന ജെഫ് ലിവിംഗ് റൂമിലെ സോഫയിൽ തന്നെ കിടന്നുറങ്ങിപ്പോയി. പിന്നീട് അർദ്ധരാത്രിയോടെയാണ് അദ്ദേഹം ഉറക്കമുണർന്നത്. നോക്കുമ്പോൾ ബോബി ജോ വീട്ടിലെത്തിയിട്ടില്ല. എന്തോ പ്രശ്നമുണ്ടെന്ന് ജെഫിന് മനസ്സിലായി. അദ്ദേഹം കാറെടുത്ത് അവളെ അന്വേഷിച്ചിറങ്ങി. ബോബി ജോ വർക്ക് ചെയ്യുന്ന ഓഫീസ് കെട്ടിടത്തിന്റെ തൊട്ടടുത്ത് തന്നെയാണ് അവർ പോയ ബാർ ഉള്ളത്. എന്നാൽ ആ ബാർ ഓൾറെഡി അടച്ചു കഴിഞ്ഞിരുന്നു. ഇതോടെ ബോബി ജോയുടെ കൂടെ ജോലി ചെയ്തിരുന്ന 2 പേരുടെ വീടുകളിൽ ജെഫ് നേരിട്ട് പോയി അന്വേഷിച്ചു. അവർ പറഞ്ഞ കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ ഭയം വർദ്ധിപ്പിച്ചത്. അതായത് 7 മണിക്ക് തന്നെ തങ്ങൾ ആ ബാറിൽ നിന്നും ഇറങ്ങിയതാണെന്നും ബോബി ജോ ഏതെങ്കിലും വാഹനത്തിൽ ലിഫ്റ്റ് ചോദിച്ച് പൊയ്ക്കോളാമെന്നാണ് തങ്ങളോട് പറഞ്ഞത് എന്നുമാണ് അവർ വെളിപ്പെടുത്തിയത്. ഇതോടെ ജെഫിന് അപകടം മണത്തു.
കാരണം ആ ബാറിൽ നിന്നും ഇവരുടെ വീട്ടിലെത്താൻ അരമണിക്കൂർ പോലും വേണ്ട. നിലവിൽ സമയം രാത്രി 12 മണി കഴിഞ്ഞിരിക്കുന്നു. കൂടുതലൊന്നും ആലോചിക്കാൻ നിൽക്കാതെ ജെഫ് ബ്രക്കൻറിഡ്ജ് പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയും തന്റെ ഭാര്യ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞ് ഒരു പരാതി നൽകുകയും ചെയ്തു. എന്നാൽ കാണാതായി 24 മണിക്കൂറെങ്കിലും കഴിയാതെ ഒരാൾ മിസ്സിംഗ് ആണെന്ന് കരുതാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പോലീസ് ജെഫിനെ തിരിച്ചയച്ചു. അദ്ദേഹം ഒറ്റയ്ക്ക് തിരച്ചിൽ നടത്താൻ തീരുമാനിച്ചെങ്കിലും കാലാവസ്ഥ വെല്ലുവിളിയായി. കനത്ത മഞ്ഞുവീഴ്ചയും ശക്തമായ കാറ്റും കാരണം അധികം സ്ഥലങ്ങളിലേക്കൊന്നും അദ്ദേഹത്തിന് പോവാൻ കഴിഞ്ഞില്ല. പുലർച്ചെ 3 മണിയോടുകൂടി ജെഫ് വീട്ടിൽ തിരിച്ചെത്തി. ബോബി ജോയ്ക്ക് എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നിക്കൊണ്ടേയിരുന്നു. അത് സ്ഥിരീകരിക്കും വിധത്തിൽ രാവിലെ 10 മണിയോടുകൂടി ജെഫിന്റെ വീട്ടിലേക്ക് ഒരു ഫോൺ കോൾ വന്നു. തന്റെ ഫാം ലാൻഡിൽ നിന്നും ബോബി ജോയുടെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയെന്ന് പറഞ്ഞ് ജെഫിന്റെ പരിചയക്കാരനായ ഒരു ഫാർമറാണ് വിളിച്ചത്. ഉടനെ തന്നെ ജെഫ് ആ സ്ഥലത്തേക്ക് തിരിച്ചു. പോകുന്ന വഴിയിൽ റോഡിനരികിലായി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഒരു ബ്ലൂ ബാഗ് കണ്ടതിനെ തുടർന്ന് ജെഫ് കാർ നിർത്തി പുറത്തിറങ്ങി. നോക്കുമ്പോൾ അത് ബോബി ജോയുടെ ബാഗായിരുന്നു. ആ ബാഗിനടുത്തായി തന്നെ അവളുടെ വലത് കയ്യുറയും ഒരു ടിഷ്യൂ പേപ്പറും കിടക്കുന്നുണ്ടായിരുന്നു. അവ രണ്ടിലും ധാരാളം ചോര പുരണ്ടിരിക്കുന്നു. ഇവയെല്ലാം ലഭിച്ച സ്ഥലത്ത് നിന്നും നടക്കാവുന്ന ദൂരം മാത്രമേ ബോബി ജോയുടെ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിച്ച ഫാം ലാൻഡിലേക്കുണ്ടായിരുന്നുള്ളൂ. ബ്രക്കൻറിഡ്ജിലൂടെ പോകുന്ന ഹൈവേ 9 അരികിൽ നിന്നുമാണ് ഇവയെല്ലാം ലഭിച്ചിരിക്കുന്നത്. ഇതിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കാം. ബോബി ജോ ഓബർഹോൾസറിനെ ആരോ കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നു. അവളെ കടത്തിക്കൊണ്ടുപോയ വാഹനത്തിൽ നിന്നും ഇവയെല്ലാം പുറത്തേക്ക് വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. ഈ വിവരമറിഞ്ഞ് ജെഫിന്റെയും ബോബി ജോയുടെയുമെല്ലാം ധാരാളം സുഹൃത്തുക്കൾ ആ സ്ഥലത്തെത്തി. അവരുടെ നേതൃത്വത്തിൽ ഒരു തിരച്ചിൽ സംഘം രൂപീകരിക്കുകയും ആ ഹൈവേക്ക് ഇരുവശവുമായി കിലോമീറ്ററുകളോളം ദൂരം തിരച്ചിൽ നടത്തുകയും ചെയ്തു. അപ്പോഴും ബ്രക്കൻറിഡ്ജ് പോലീസ് ഈ തിരച്ചിലിന്റെ ഭാഗമായിട്ടില്ല എന്ന് മനസ്സിലാക്കണം. മണിക്കൂറുകൾ നീണ്ടുനിന്ന തിരച്ചിലിനൊടുവിൽ ഉച്ചയ്ക്ക് 3 മണിയോടുകൂടി അവരാ നടക്കുന്ന കാഴ്ച കണ്ടു. ബ്രക്കൻറിഡ്ജിൽ നിന്നും 8 കിലോമീറ്റർ മാറി ഹൂഷിയർ പാസ് എന്ന മലയിടുക്കെത്തുന്നതിന് തൊട്ടു മുൻപ് ഹൈവേയിൽ നിന്നും കുറച്ച് ഉള്ളിലേക്ക് മാറി മഞ്ഞിൽ പൊതിഞ്ഞുകിടക്കുന്ന നിലയിൽ ഒരു ഡെഡ് ബോഡി കണ്ടെത്തി. അത് ബോബി ജോയായിരുന്നു. ജെഫ് ഓബർഹോൾസറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു ആ കാഴ്ച. അവരുടെ 4 വർഷത്തെ ദാമ്പത്യ ജീവിതം സന്തോഷങ്ങൾ മാത്രം നിറഞ്ഞതായിരുന്നു. ഒരിക്കൽ പോലും തമ്മിൽ പിരിയരുത് എന്നാഗ്രഹിച്ച തന്റെ ഭാര്യയാണ് മരിച്ചു കിടക്കുന്നത് എന്ന് അദ്ദേഹത്തിന് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. ബോബി ജോയുടെ ഡെഡ് ബോഡി കണ്ടെത്തിയ വിവരമറിഞ്ഞതോടെ ബ്രക്കൻറിഡ്ജ് പോലീസ് സ്ഥലത്തെത്തി. പോലീസ് കൃത്യസമയത്ത് അന്വേഷണം നടത്താതിരുന്നതിൽ ജനങ്ങൾക്ക് പ്രതിഷേധമുണ്ടായിരുന്നുവെങ്കിലും നിയമത്തിന്റെ പിന്തുണ പോലീസിനായിരുന്നു. ഇത് ഒരു അമേരിക്കൻ നിയമമാണോ, ലോകത്തെല്ലായിടത്തും ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. കാണാതായി 24 മണിക്കൂർ കഴിയാതെ ഒരാൾ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞ് പോലീസ് കേസെടുക്കില്ല. ഇനി കേസെടുക്കണമെങ്കിൽ കാണാതായ വ്യക്തിയെ ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്തതിന് ദൃക്സാക്ഷികൾ ഉണ്ടായിരിക്കണം. അതുമല്ലെങ്കിൽ അൺയൂഷ്വലായ എന്തെങ്കിലും നടന്നിട്ടുള്ളതിന് തെളിവുകൾ ഉണ്ടാവണം. ഇവിടെ അങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് പോലീസ് തിരച്ചിലിനിറങ്ങാതിരുന്നത് എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണെങ്കിലും മിസ്സിംഗ് ആയി 24 മണിക്കൂർ കഴിയുന്നതിന് മുൻപ് ബോബി ജോയുടെ ഡെഡ് ബോഡി കണ്ടെത്തിയിരിക്കുന്നു. പോലീസ് ക്രൈം സീനിലെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. കമിഴ്ന്നു കിടക്കുന്ന നിലയിലുള്ള മൃതദേഹത്തിന് മുകളിലെ മഞ്ഞെല്ലാം നീക്കം ചെയ്ത് നോക്കിയപ്പോഴാണ് വെടിയേറ്റാണ് ബോബി ജോ മരണപ്പെട്ടിരിക്കുന്നത് എന്ന് സ്ഥിരീകരിച്ചത്. അവളുടെ ദേഹത്ത് 2 സ്ഥലത്തായി വെടിയുണ്ട തുളച്ചു കയറിയിട്ടുണ്ട്. പുറകിൽ നിന്നുമാണ് വെടിയേറ്റിരിക്കുന്നത്. ബോബി ജോയുടെ വലത് കൈയിൽ ഒരു ജോഡി സിപ്പ് ടൈ ഉണ്ടായിരുന്നു. അത് കിഡ്നാപ്പർ അവളുടെ കൈകൾ കെട്ടാൻ ഉപയോഗിച്ചതാവണം. അതുപോലെ മൃതദേഹത്തിനരികിലായി ഒരു പ്രത്യേക ആകൃതിയിലുള്ള കീ ചെയിൻ കിടക്കുന്നുണ്ട്. അടിയന്തര ഘട്ടങ്ങളിൽ ഡിഫൻസീവ് വെപ്പണായി ഉപയോഗിക്കാൻ ജെഫ് ഉണ്ടാക്കി കൊടുത്ത കീ ചെയിനാണത്. ഇതിനെല്ലാം പുറമെ മൃതദേഹത്തിൽ നിന്നും കുറച്ചു ദൂരം മാറി ഒരു ഓറഞ്ച് സോക്ക് കിടക്കുന്നുണ്ടായിരുന്നു. അത് ബോബി ജോയുടെ സോക്കല്ല. ഒരുപക്ഷെ കില്ലറിന്റെ ആവാമെന്നുള്ള പ്രതീക്ഷയിൽ പോലീസ് അതൊരു തെളിവായി കളക്ട് ചെയ്തു. ഹൈവേയിൽ നിന്നും കുറച്ച് ഉള്ളിലേക്ക് മാറിയാണ് ഡെഡ് ബോഡി കിടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ബോബി ജോ അവളുടെ കയ്യിലുണ്ടായിരുന്ന ഡിഫൻസീവ് വെപ്പൺ ഉപയോഗിച്ച് കിഡ്നാപ്പറിനെ നേരിടുകയും സിപ്പ് ടൈ പൊട്ടിച്ച് പുറത്തേക്കിറങ്ങി ഓടുകയും ചെയ്തിട്ടുണ്ടാവുമെന്നും ഈ സമയം അയാൾ അവളെ പുറകിൽ നിന്നും ഷൂട്ട് ചെയ്ത് കൊലപ്പെടുത്തിയതാവുമെന്നുമുള്ള നിഗമനത്തിലേക്ക് പോലീസുകാർ എത്തിച്ചേർന്നു. ബോബി ജോയുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായപ്പോൾ അവൾ ലൈംഗിക പീഡനത്തിന് ഇരയായിട്ടില്ല എന്നും കണ്ടെത്തി. എന്തിനു വേണ്ടിയാണ് ഈ കിഡ്നാപ്പിംഗും കൊലപാതകവും നടത്തിയത് എന്ന് മനസ്സിലാവാതിരിക്കുമ്പോഴാണ് ബ്രക്കൻറിഡ്ജ് പോലീസിന് മറ്റൊരു മിസ്സിംഗ് കംപ്ലൈന്റ് കൂടി ലഭിച്ചത്. അത് മറ്റാരുടെയുമായിരുന്നില്ല. തുടക്കത്തിൽ പറഞ്ഞ അനറ്റ്ഷ്നിയുടെ മിസ്സിംഗ് കംപ്ലൈന്റ് ആയിരുന്നു. ജനുവരി 7-ന് അനറ്റ്ഷ്നി ജോലിക്കെത്താത്തതിനെ തുടർന്ന് അവളുടെ കൂടെ ജോലി ചെയ്തിരുന്ന ജീവനക്കാർ അനറ്റിന്റെ വീട്ടിൽ വിളിച്ച് കാര്യം പറയുകയും വീട്ടുകാർ ബ്രക്കൻറിഡ്ജ് പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു.
അയോവ സ്റ്റേറ്റിൽ ജനിച്ചു വളർന്ന അനറ്റ്ഷ്നി ജോലി സംബന്ധിച്ച ആവശ്യങ്ങൾക്കായി കൊളറാഡോയിലെത്തുകയും ബ്രക്കൻറിഡ്ജിൽ ഒരു വീടെടുത്ത് തനിച്ച് താമസിച്ചു വരികയുമായിരുന്നു. അതുകൊണ്ടാണ് അവൾ മിസ്സിംഗ് ആണെന്നറിയാൻ ഒരു ദിവസം വൈകിയത്. ജനുവരി 6 തന്നെയാണ് ഈ 2 പെൺകുട്ടികളെയും കാണാതായിരിക്കുന്നത്, അതും ഹൈവേ 9 നിന്നും. അനറ്റിനെ കാണാതായത് ഫ്രിസ്കോ സിറ്റിയിൽ വെച്ചാണെങ്കിൽ ബോബി ജോയെ കാണാതായത് ബ്രക്കൻറിഡ്ജിൽ വെച്ചാണ്. ബോബി ജോയുടെ ഡെഡ് ബോഡി ലഭിച്ചത് ഹൂഷിയർ പാസ് എന്ന മലയിടുക്കിൽ നിന്നും. ഫ്രിസ്കോ, ബ്രക്കൻറിഡ്ജ്, ഹൂഷിയർ പാസ് ഈ സ്ഥലങ്ങളെയെല്ലാം ബന്ധിപ്പിക്കുന്ന റോഡാണ് ഹൈവേ 9. അതുകൊണ്ട് തന്നെ ഈ 2 സ്ത്രീകളുടെയും മിസ്സിംഗിന് പിന്നിൽ ഒരാളാണോ എന്നുള്ള സംശയം ബ്രക്കൻറിഡ്ജ് പോലീസിന് തുടക്കം മുതലേ ഉണ്ടായിരുന്നു. അനറ്റ്ഷ്നിയെ കാണാതായി 24 മണിക്കൂർ കഴിഞ്ഞതുകൊണ്ട് തന്നെ പോലീസ് അനറ്റിനു വേണ്ടിയുള്ള തിരച്ചിൽ വ്യാപകമാക്കി. എന്നാൽ എത്ര തന്നെ അന്വേഷണം നടത്തിയിട്ടും പോലീസുകാർക്ക് ആ പെൺകുട്ടിയെ കണ്ടെത്താനായില്ല. ഒരു വശത്ത് അനറ്റിനു വേണ്ടിയുള്ള തിരച്ചിൽ നടക്കുമ്പോൾ മറുവശത്ത് ബോബി ജോയുടെ ക്രൈം സീനിൽ നിന്ന് ലഭിച്ച തെളിവുകൾ വെച്ച് കില്ലറിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ടായിരുന്നു. ബോബി ജോ മർഡർ കേസിൽ പോലീസിന്റെ സസ്പെക്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആദ്യത്തെ വ്യക്തി അവളുടെ ഹസ്ബൻഡ് ജെഫ് ഓബർഹോൾസർ ആയിരുന്നു. ഭാര്യ ദുരൂഹമായ സാഹചര്യത്തിൽ കൊല ചെയ്യപ്പെട്ടാൽ ഭർത്താവ് സസ്പെക്ട് ലിസ്റ്റിൽ വരുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ഇവിടെ 2 കിഡ്നാപ്പിംഗും ഒരാളാണ് നടത്തിയത് എന്നുള്ള സംശയം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജെഫിന് അനറ്റ്ഷ്നിയെ പരിചയമുണ്ടോ എന്നറിയാൻ പോലീസ് ഒരു ശ്രമം നടത്തി. എന്നാൽ അനറ്റ്ഷ്നിയുമായി തനിക്കൊരു ബന്ധവുമില്ല എന്നാണ് ജെഫ് പറഞ്ഞത്. അതുപോലെ ബോബി ജോയുടെ കൊലപാതകത്തിൽ ജെഫിനെതിരായ കൂടുതൽ തെളിവുകളും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇതോടെ ബോബി ജോയുടെ കില്ലറിനെ കണ്ടെത്താനോ മിസ്സിംഗ് ആയ അനറ്റ്ഷ്നിയെ കണ്ടെത്താനോ കഴിയാതെ കേസന്വേഷണം വഴിമുട്ടി. ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ അനറ്റ്ഷ്നിയെ കാണാതായി 6 മാസങ്ങൾക്ക് ശേഷം 1982 ജൂലൈ 3 ബ്രക്കൻറിഡ്ജിൽ നിന്നും 30 കിലോമീറ്റർ മാറി അനറ്റ്ഷ്നിയുടെ ഡെഡ് ബോഡി കണ്ടെത്തി. ആ പ്രദേശത്ത് മീൻ പിടിക്കാനായി എത്തിയ ഒരു കുട്ടിയാണ് ആദ്യമായി മൃതദേഹം കണ്ടത്. അവൻ ഈ കാര്യം പാരന്റ്സിനോട് പറഞ്ഞതോടെ അവർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. ഹൈവേ 9 നിന്നും ഡൈവേർട്ട് ചെയ്തു പോകുന്ന മറ്റൊരു റോഡിൽ നിന്നുമാണ് അനറ്റിന്റെ ഡെഡ് ബോഡി ലഭിച്ചത്. മഞ്ഞിനടിയിലായി പോയതിനാൽ ഡെഡ് ബോഡി കണ്ടെത്താൻ കാലതാമസമെടുക്കുകയായിരുന്നു. അനറ്റ്ഷ്നിയുടെ മൃതദേഹം പരിശോധിച്ച പോലീസ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. കില്ലറിനെ തങ്ങൾ കണ്ടെത്തിയെന്നു തന്നെ അവർ മനസ്സിൽ ഉറപ്പിച്ചു. കാരണം അനറ്റ്ഷ്നിയുടെ കാലുകളിലെ സോക്സുകളിൽ ഒന്ന് മിസ്സിംഗ് ആണ്. അതാണ് ബോബി ജോയുടെ ഡെഡ് ബോഡിക്കരികിൽ നിന്നും 6 മാസങ്ങൾക്ക് മുൻപ് ലഭിച്ചത്. അതുപോലെ അനറ്റ്ഷ്നിയുടെ പേഴ്സിൽ നിന്നും ബോബി ജോയുടെ ഹസ്ബൻഡ് ജെഫ് ഓബർഹോൾസറിന്റെ ബിസിനസ് കാർഡും ലഭിച്ചു. അതായത് അനറ്റ്ഷ്നിയെ പരിചയമില്ല എന്നുള്ള ജെഫിന്റെ മൊഴി നുണയാണെന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാം. അവൻ തന്നെയാണ് ഈ 2 കൊലപാതകങ്ങൾക്കും പിന്നിലുള്ളത് എന്ന് പോലീസ് ഉറപ്പിച്ചു. ബോബി ജോയെ പോലെ അനറ്റ്ഷ്നിയും വെടിയേറ്റ് തന്നെയാണ് മരിച്ചിരിക്കുന്നത്. എന്നാൽ അനറ്റ് ലൈംഗിക പീഡനത്തിന് ഇരയായിട്ടുണ്ട്. ഇതോടെ ജെഫിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്തു. ഈ 2 കൊലപാതകങ്ങളിലും തനിക്കൊരു പങ്കുമില്ല എന്നുള്ള മൊഴിയിൽ തന്നെ ജെഫ് ഉറച്ചു നിന്നു. നിങ്ങളുടെ ബിസിനസ് കാർഡ് എങ്ങനെ അനറ്റ്ഷ്നിയുടെ പേഴ്സിൽ വന്നു എന്നുള്ള പോലീസുകാരുടെ ചോദ്യത്തിന് തന്റെ വാഹനത്തിൽ ലിഫ്റ്റ് ചോദിച്ചു കയറിയിട്ടുള്ള പല സ്ത്രീകൾക്കും താൻ തന്റെ ബിസിനസ് കാർഡ് കൈമാറിയിട്ടുണ്ട് എന്നും അങ്ങനെ അനറ്റും തന്റെ കാറിൽ എപ്പോഴെങ്കിലും ലിഫ്റ്റ് ചോദിച്ച് കയറിയിട്ടുണ്ടാവുമെന്നുമാണ് ജെഫ് മറുപടി പറഞ്ഞത്. ജെഫിന്റെ മൊഴി അത്ര വിശ്വാസയോഗ്യമല്ലെങ്കിലും ഈ 2 കൊലപാതകങ്ങളും നടത്തിയത് ജെഫാണെന്നുള്ള ഒരു തെളിവും പോലീസുകാർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ജെഫിനെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കിയപ്പോഴും അയാൾ അതിൽ വിജയിക്കുകയാണ് ചെയ്തത്. ബോബി ജോയെ കൊന്നത് തങ്ങളുടെ പരിചയക്കാർ ആരെങ്കിലും ആയിരിക്കുമെന്നും പരിചയത്തിന്റെ പുറത്തായിരിക്കും അവൾ അയാളുടെ വാഹനത്തിൽ കയറിയത് എന്നുമായിരുന്നു ജെഫിന്റെ വിശ്വാസം. ഈ കേസിൽ ജെഫിനെ കൂടാതെ പോലീസിന്റെ സസ്പെക്ട് ലിസ്റ്റിൽ 3 പേർ കൂടി ഉണ്ടായിരുന്നു. ആദ്യത്തെ വ്യക്തിയുടെ പേര് തോമസ് എഡ്വേർഡ് ലൂതർ. ടാക്സി ഡ്രൈവറായിരുന്ന തോമസ് 1982 ഫെബ്രുവരിയിൽ ബ്രക്കൻറിഡ്ജിൽ നിന്നും ഒരു ഹിച്ച് ഹൈക്കറിനെ തട്ടിക്കൊണ്ടുപോയി റേപ്പ് ചെയ്ത കേസിൽ ശിക്ഷിക്കപ്പെട്ട വ്യക്തിയാണ്. 1981 തന്റെ പ്രതിശ്രുത വധുവിനെ കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷിക്കപ്പെട്ട ട്രേസി പെട്രിസെല്ലിയാണ് മറ്റൊരു സസ്പെക്ട്. അയാൾ അനറ്റ്ഷ്നി ജോലി ചെയ്തിരുന്ന ഹോളിഡേ ഇന്നിൽ സ്ഥിരമായി താമസിക്കാനെത്തുന്ന വ്യക്തിയാണ്. ഇവർക്ക് പുറമെ സീരിയൽ കില്ലറായ ഹെൻറി ലൂക്കസും സസ്പെക്ട് ലിസ്റ്റിലുണ്ട്. കാരണം ഈ കൊലപാതകങ്ങൾ നടക്കുമ്പോൾ ഹെൻറി ലൂക്കസ് ബ്രക്കൻറിഡ്ജിലുണ്ടായിരുന്നതിന് തെളിവുകളുണ്ട്. പക്ഷേ ഈ 4 പേരെയും ബോബി ജോയുടെയും അനറ്റ്ഷ്നിയുടെയും മർഡേഴ്സുമായി ലിങ്ക് ചെയ്യാൻ പോലീസിന് ഡയറക്റ്റ് എവിഡൻസുകളൊന്നും ലഭിച്ചിരുന്നില്ല. ഇതോടെ ഇതൊരു കോൾഡ് കേസായി മാറി. 1989 അനറ്റ്ഷ്നിയുടെ കുടുംബം ഈ കേസ് അന്വേഷിക്കുന്നതിനായി ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെ നിയമിച്ചു. ഇതേ സമയത്ത് തന്നെ ജില്ലാ അറ്റോർണി ഈ കേസ് അന്വേഷിക്കുന്നതിനായി രൂപീകരിച്ച ടാസ്ക് ഫോഴ്സിൽ അനറ്റ്ഷ്നിയുടെ കുടുംബം നിയമിച്ച പ്രൈവറ്റ് ഡിറ്റക്റ്റീവും അംഗമായി. സ്വാഭാവികമായും അന്വേഷണം ചൂടുപിടിച്ചു. 1990കളുടെ തുടക്കത്തിൽ ഈ കേസിൽ വലിയൊരു ബ്രേക്ക് ത്രൂ ലഭിച്ചു.
അതായത് ബോബി ജോയുടെ ക്രൈം സീനിൽ നിന്ന് ലഭിച്ച സോക്കിലും ടിഷ്യൂലുമായിട്ടുള്ള ചോര ബോബി ജോയുടെ തന്നെയായിരിക്കുമെന്നാണ് പോലീസുകാർ ചിന്തിച്ചിരുന്നത്. എന്നാൽ DNA ടെസ്റ്റ് നടത്തിയതോടെ അതൊരു പുരുഷന്റെ ചോരയാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടു. അതായത് കില്ലറിന്റെ ചോര. കില്ലറിന്റെ DNA ലഭിച്ചതോടുകൂടി സസ്പെക്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട 4 പേരുടെയും DNA കില്ലറിന്റെ DNAയുമായി മാച്ച് ചെയ്തു നോക്കി. അന്വേഷണ സംഘത്തെ ഞെട്ടിച്ചുകൊണ്ട് ഒരു DNAയും മാച്ച് ആയില്ല. കില്ലർ ഇപ്പോഴും കാണാമറയത്താണ്. എങ്കിലും കില്ലറിന്റെ DNA ലഭിച്ചത് പോലീസുകാർക്ക് നൽകിയ ആത്മവിശ്വാസം ചെറുതായിരുന്നില്ല. ആ DNA വെച്ച് കില്ലറിനെ എളുപ്പത്തിൽ പിടികൂടാമെന്ന് അവർ കരുതി. തുടർന്നുള്ള എല്ലാ വർഷങ്ങളിലും അമേരിക്കൻ പോലീസിന്റെ DNA ഡാറ്റാബേസിൽ കില്ലറിന്റെ DNA അപ്ലോഡ് ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് അവർ പരിശോധിച്ചുകൊണ്ടേയിരുന്നു. 2020 വരെ ആ കാത്തിരിപ്പ് തുടർന്നു. ഇനിയും ഈ രീതിയിൽ കാത്തിരുന്നിട്ട് കാര്യമില്ല എന്ന് അന്നത്തെ സർജന്റ് വെൻഡി കിപ്പിളിന് തോന്നിയതോടെയാണ് ഈ കേസ് അടുത്ത ഘട്ടത്തിലേക്ക് കടന്നത്. ഈ കൊലപാതകം നടക്കുമ്പോൾ ടീനേജുകാരിയായിരുന്ന വെൻഡി കിപ്പിൾ അന്ന് തന്നെ ഈ കൊലപാതകത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ആ കേസാണിപ്പോൾ അവരുടെ മുന്നിലെത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും കില്ലറിനെ കണ്ടെത്തണമെന്നുള്ള അതിയായ ആഗ്രഹം വെൻഡി കിപ്പിളിനുണ്ടായിരുന്നു. 2020 ആയപ്പോഴേക്കും ജനറ്റിക് ജീനിയോളജിയുടെ സഹായത്തോടെ നിരവധി കോൾഡ് കേസുകൾ സോൾവ് ചെയ്യപ്പെട്ടു കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ കില്ലറിന്റെ DNA ഡെൻവർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ജീനിയോളജി ലാബിലേക്ക് കൈമാറാൻ വെൻഡി കിപ്പിളും സംഘവും തീരുമാനിച്ചു. അതിനുവേണ്ട ഫണ്ടും അനുമതിയുമെല്ലാം ലഭിച്ചതോടെ കില്ലറിന്റെ DNA ആ ലാബിന് കൈമാറി. കില്ലറിന്റെ DNA ഉപയോഗിച്ച് പബ്ലിക് DNA ഡാറ്റാബേസുകളിൽ നിന്നും കില്ലറിന്റെ ഫാമിലി മെമ്പേഴ്സിൽ ആരെയെങ്കിലും കണ്ടെത്തി അവരുടെ ഒരു ഫാമിലി ട്രീ ഉണ്ടാക്കി അതിലൂടെ കില്ലറിലേക്ക് എത്തുക എന്നുള്ളതാണ് ആ ലാബിലെ ജീനിയോളജിസ്റ്റുകളുടെ ചുമതല. 1 വർഷം നീണ്ടുനിന്ന പരിശ്രമങ്ങൾക്കൊടുവിൽ ജീനിയോളജിസ്റ്റുകൾ കില്ലറിന്റെ ഫാമിലി ട്രീ നിർമ്മിക്കുകയും കില്ലർ ആരാണെന്ന് ഉറപ്പിക്കാവുന്ന 2 പേരിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. 69 വയസ്സുള്ള അലൻ ലീ ഫിലിപ്സ്, 72 വയസ്സുള്ള ബ്രൂസ് ഫിലിപ്സ്. ഇരുവരും സഹോദരങ്ങളാണ്. ഇവരിൽ ഒരാളാണ് കില്ലറെന്ന് ജീനിയോളജിസ്റ്റുകൾ ഉറപ്പിച്ചു പറഞ്ഞു. ഇനി അവരുടെ DNA സാമ്പിൾ ഡയറക്റ്റായി എടുത്ത് പരിശോധിച്ചാൽ മാത്രമേ അതിൽ കില്ലർ ആരാണെന്ന് ഉറപ്പിക്കാൻ കഴിയൂ. ഇനി അത് കണ്ടെത്തേണ്ടത് വെൻഡി കിപ്പിളിന്റെയും ടീമിന്റെയും ചുമതലയാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ അവർ 2 ടീമായി തിരിഞ്ഞ് അലൻ ഫിലിപ്സിനെയും ബ്രൂസ് ഫിലിപ്സിനെയും ഫോളോ ചെയ്യാൻ തുടങ്ങി. അവരുടെ DNA സാമ്പിൾ എടുക്കലാണ് ഉദ്ദേശം. സംശയത്തിന്റെ പുറത്തൊന്നും ഒരാളുടെ DNA സാമ്പിൾ ഡയറക്റ്റായി ശേഖരിക്കാൻ നിയമം അനുവദിക്കുന്നില്ല എന്നുള്ളത് നമ്മുടെ മുൻ കേസുകൾ ഫോളോ ചെയ്തിട്ടുള്ളവർക്ക് മനസ്സിലാവും. ഇത്തരം സാഹചര്യങ്ങളിൽ പോലീസുകാർ വളരെ രഹസ്യമായി സസ്പെക്ട്സിനെ ഫോളോ ചെയ്ത് DNA സാമ്പിൾ ശേഖരിക്കാനുള്ള ശ്രമങ്ങൾ നടത്താറുണ്ട്. 1 മാസത്തോളമാണ് അവരെ ഫോളോ ചെയ്തത്. ഒടുവിൽ അലൻ ഫിലിപ്സ് ഒരു റെസ്റ്റോറന്റിൽ നിന്നും ഭക്ഷണം കഴിച്ചിറങ്ങിയപ്പോൾ ഉപേക്ഷിച്ച ടിഷ്യൂ പേപ്പർ വെൻഡി കിപ്പിൾ ഫോറൻസിക് ലാബിലേക്ക് അയച്ച് പരിശോധന നടത്തുകയും ലഭിച്ച DNA വെച്ച് കില്ലർ അലൻ ഫിലിപ്സ് ആണെന്ന് ഉറപ്പിക്കുകയും ചെയ്തു. 2021 ഫെബ്രുവരി 24-ന്, അതായത് ഈ 2 കൊലപാതകങ്ങളും നടന്ന് 39 വർഷങ്ങൾക്ക് ശേഷം അലൻ ഫിലിപ്സിനുമേൽ തട്ടിക്കൊണ്ടുപോവൽ, ലൈംഗിക ചൂഷണം, കൊലപാതകം എന്നീ വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തു. അറസ്റ്റ് 1 വർഷം കൂടി നീണ്ടുപോയി. 2022 മാർച്ച് 3-നാണ് കൊളറാഡോയിലെ ഡൂമോണ്ട് സിറ്റിയിലെ താമസക്കാരനും 3 കുട്ടികളുടെ അച്ഛനുമായ അലൻ ലീ ഫിലിപ്സ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. അലൻ കുറ്റസമ്മതം നടത്താൻ തയ്യാറായില്ലെങ്കിലും DNA എവിഡൻസും സാഹചര്യ തെളിവുകളുമെല്ലാം അയാൾക്കെതിരായി. ആ സാഹചര്യ തെളിവുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ വിചിത്രമായ ആ സംഭവം. അതായത് 10,000 അടി ഉയരത്തിൽ പറന്ന വിമാനത്തിൽ നിന്നും ഒരു പോലീസുകാരൻ അലൻ ഫിലിപ്സിനെ കണ്ട സംഭവം. തികച്ചും അവിശ്വസനീയമായ ആ സംഭവമാണ് ഇനി പറയാൻ പോകുന്നത്. 2022-ൽ അലൻ ഫിലിപ്സ് അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ ബ്രക്കൻറിഡ്ജ് ഇരട്ട കൊലപാതകത്തിൽ കില്ലർ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നും 40 വർഷം പഴക്കമുള്ള കോൾഡ് കേസ് സോൾവ് ചെയ്യപ്പെട്ടു എന്നെല്ലാം പറഞ്ഞ് ദേശീയ മാധ്യമങ്ങളിൽ വലിയ വാർത്ത വന്നിരുന്നു. ഈ വാർത്ത കണ്ട് ഡേവ് മോണ്ടോയ എന്ന വ്യക്തി അന്വേഷണ സംഘത്തെ ബന്ധപ്പെട്ടു. കൊളറാഡോയിലെ ഫയർ ചീഫായി റിട്ടയർ ചെയ്ത ഡേവ് മോണ്ടോയ 1980 കാലഘട്ടങ്ങളിൽ ബ്രക്കൻറിഡ്ജിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. ഈ സമയം ഡേവ് മോണ്ടോയയുടെ നേതൃത്വത്തിലുള്ള ഫയർ ആൻഡ് റെസ്ക്യൂ ടീം 1982 ജനുവരി 6-ന് രാത്രി ബ്രക്കൻറിഡ്ജിൽ ഒരു രക്ഷാപ്രവർത്തനം നടത്തുകയുണ്ടായി. ആ സംഭവത്തെക്കുറിച്ച് ഡേവ് മോണ്ടോയ വിവരിച്ചത് പ്രകാരം നടന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. 1982 ജനുവരി 6 രാത്രി ഒരു 10 മണിയായി കാണും. കൊളറാഡോയിലെ പല സ്ഥലങ്ങളിലും കനത്ത മഞ്ഞുവീഴ്ചയും കൊടുങ്കാറ്റും വീശിയടിക്കുന്ന സമയമായിരുന്നു അത്. ആ സമയം 10,000 അടി ഉയരത്തിൽ ബ്രക്കൻറിഡ്ജിലെ മലനിരകൾക്ക് മുകളിലൂടെ ഒരു വിമാനം പറന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. കൊളറാഡോയിലെ തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായ ഹരോൾഡ് ബ്രൈയും ആ വിമാനത്തിലെ യാത്രക്കാരനാണ്. വിൻഡോ സൈഡ് സീറ്റിലിരുന്ന് അദ്ദേഹം പുറത്തെ കാഴ്ചകൾ നോക്കിയിരിക്കുമ്പോഴാണ് ഒരു എമർജൻസി സിഗ്നൽ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്.
SOS ദുരന്ത സിഗ്നൽ എന്നാണ് അതിന് പറയുന്നത്. അതായത് ആരെങ്കിലും ഒരു അപകടത്തിൽപ്പെട്ടാൽ അത് മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് SOS സിഗ്നൽ ഉപയോഗിക്കുന്നത്. ആദ്യം വളരെ സ്പീഡിൽ 3 തവണ ലൈറ്റ് ഓണാക്കുകയും ഓഫാക്കുകയും ചെയ്യും. പിന്നീട് സമയം ദീർഘിപ്പിച്ച് 3 തവണ ലൈറ്റ് ഓണാക്കുകയും ഓഫാക്കുകയും ചെയ്യും. പിന്നീട് വീണ്ടും ആദ്യത്തെ പോലെ സ്പീഡിൽ ഓണാക്കുകയും ഓഫാക്കുകയും ചെയ്യും. ഇതാണ് SOS എമർജൻസി സിഗ്നൽ. ഇതേ ക്രമത്തിൽ ശബ്ദമായും SOS സിഗ്നൽ കൊടുക്കാം. ഇവിടെ പ്രകാശത്തിന്റെ രൂപത്തിലാണ് ആ സിഗ്നൽ ലഭിച്ചത്. ഒരു പോലീസുകാരനായ ഹരോൾഡ് ബ്രേക്ക് അത് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു. താഴെ ഹിമപാതമുണ്ടായിട്ടുണ്ടെന്നും ആരോ അപകടത്തിൽപ്പെട്ട് കിടക്കുന്നുണ്ട് എന്നും ഹരോൾഡിന് മനസ്സിലായി. അദ്ദേഹം വിമാനത്തിലെ പൈലറ്റിന് വിവരമറിയിച്ചു. പൈലറ്റ് അടിയന്തര സേവനത്തിനായി റേഡിയോ സന്ദേശം നൽകുകയും കൃത്യമായ ലൊക്കേഷൻ കൈമാറുകയും ചെയ്തു. ഇതോടെയാണ് ബ്രക്കൻറിഡ്ജിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീം രക്ഷാപ്രവർത്തനത്തിനെത്തിയത്. ആ രക്ഷാദൌത്യത്തിന്റെ നേതൃത്വം ഡേവ് മോണ്ടോയ്ക്കായിരുന്നു. വിമാനത്തിന്റെ ക്യാപ്റ്റൻ നൽകിയ ലൊക്കേഷൻ ഹോഷിയർ പാസ് എന്ന മലയിടുക്കായിരുന്നു. അതായത് അതിനടുത്ത ദിവസം ബോബി ജോയുടെ ഡെഡ് ബോഡി കണ്ടെത്തിയ സ്ഥലം. ഫയർ ആൻഡ് റെസ്ക്യൂ ടീം ആ സ്ഥലത്തെത്തിയ സമയത്ത് ആ മലയിടുക്കിലുണ്ടായ ഹിമപാതത്തിൽ ഒരു പിക്കപ്പ് ട്രക്ക് കുടുങ്ങിക്കിടക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അതിനകത്തുണ്ടായിരുന്ന വ്യക്തി അലൻ ലീ ഫിലിപ്സ് ആയിരുന്നു. വളരെ പണിപ്പെട്ടാണ് അലൻ ഫിലിപ്സിനെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീം പുറത്തെത്തിച്ചത്. അന്ന് അലന്റെ നെറ്റിയിലൊരു മുറിവ് ഡേവ് മോണ്ടോയ ശ്രദ്ധിച്ചിരുന്നു. ഹിമപാതത്തിൽ ട്രക്ക് ശക്തിയായി ഇളകിയെന്നും ട്രക്കിൽ തലയിടിച്ചാണ് മുറിവ് പറ്റിയത് എന്നുമാണ് അന്ന് അലൻ ഫിലിപ്സ് പറഞ്ഞത്. മണിക്കൂറുകൾക്ക് മുൻപ് 2 കൊലപാതകങ്ങൾ നടത്തിയ വ്യക്തിയെയാണ് തങ്ങൾ രക്ഷിച്ചത് എന്ന് ഡേവ് മോണ്ടോയയ്ക്കും സംഘത്തിനും അപ്പോഴറിയില്ലായിരുന്നു. 40 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഡേവ് മോണ്ടോയ അലൻ ഫിലിപ്സിനെ തിരിച്ചറിയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. അതായത് അവരിരുവരും ചെറുപ്പത്തിൽ ഒരു പ്രാദേശിക ഖനിയിൽ ഒരുമിച്ച് ജോലി ചെയ്ത സുഹൃത്തുക്കളാണ്. അതുമാത്രമല്ല, ഈ രക്ഷാപ്രവർത്തനത്തെക്കുറിച്ച് അടുത്ത ദിവസത്തെ പത്രങ്ങളിൽ വലിയ വാർത്ത വന്നിരുന്നു. അലൻ ഫിലിപ്സിന്റെ ഫോട്ടോ ഉൾപ്പെടെയുള്ള വാർത്തയാണ് വന്നത്. വിമാനത്തിൽ നിന്നും ആ പോലീസുകാരൻ എമർജൻസി സിഗ്നൽ കണ്ടില്ലായിരുന്നുവെങ്കിൽ അലൻ ഫിലിപ്സ് 40 വർഷങ്ങൾക്ക് മുൻപ് തന്നെ മഞ്ഞിനടിയിൽപ്പെട്ട് തണുത്തു വിറച്ച് മരണപ്പെടുമായിരുന്നു. ഒരു മനുഷ്യജീവൻ രക്ഷിക്കാൻ ഒരുപാട് പേർ ഒത്തൊരുമിച്ച് കഠിന പ്രയത്നം നടത്തിയപ്പോൾ രക്ഷപ്പെട്ടത് മനുഷ്യജീവന് പുല്ലുവില കൽപ്പിച്ച ഒരുത്തനാണ് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരം. ചെയ്ത തെറ്റിനുള്ള ശിക്ഷ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നടപ്പിലാക്കാനുള്ള അവസരമാണ് കുറച്ച് മനുഷ്യസ്നേഹികൾ ചേർന്ന് നഷ്ടമാക്കിയതെങ്കിലും ഇത്തരം മനുഷ്യസ്നേഹികളും ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരും നമുക്ക് ചുറ്റിലുമുള്ളത് കുറച്ചെങ്കിലും ആശ്വാസം നൽകുന്ന കാര്യമാണ്. 2022 ഒക്ടോബർ മാസത്തിൽ ഈ കേസിലെ വിചാരണ പൂർത്തിയാക്കി ശിക്ഷ വിധിച്ചു. ലൈംഗികാതിക്രമത്തിന് വേണ്ടിയാണ് പ്രതി ഇരകളെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയത് എന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. അതിൽ ആദ്യത്തെ വിക്ടിം അനറ്റ്ഷ്നി പീഡനത്തിന് ഇരയായിട്ടുണ്ട്. രണ്ടാമത്തെ വിക്ടിം പീഡന ശ്രമം ചെറുക്കുകയും അവളുടെ കയ്യിലുണ്ടായിരുന്ന ഡിഫെൻസീവ് വെപ്പൺ ഉപയോഗിച്ച് അലനെ ആക്രമിച്ചപ്പോഴാവണം അയാളുടെ നെറ്റിയിൽ മുറിവുണ്ടായത് എന്നും ആ മുറിവാണ് പിന്നീട് ഡേവ് മോണ്ടോയ എന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ കണ്ടത് എന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. ബോബി ജോയുടെ ഡെഡ് ബോഡി കണ്ടെത്തിയ പ്രദേശത്തിനടുത്ത് അലൻ ഫിലിപ്സ് അന്നുണ്ടായിരുന്നു എന്ന് ഡേവ് മോണ്ടോയയുടെ വെളിപ്പെടുത്തലിൽ നിന്നും വ്യക്തമായതോടെ സാഹചര്യ തെളിവുകൾ സ്ട്രോങ് ആയി. DNA എവിഡൻസ് കൂടി അലനെതിരായി എന്നുള്ളതുകൊണ്ട് തന്നെ അലൻ ഫിലിപ്സ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ കോടതി അയാൾക്ക് ഇരട്ട ജീവപര്യന്തമാണ് ശിക്ഷയായി വിധിച്ചത്. കൊലപാതകം നടക്കുമ്പോൾ 31 വയസ്സുണ്ടായിരുന്ന അലൻ ഫിലിപ്സ് 71ാമത്തെ വയസ്സിലാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടതും പിന്നീട് ശിക്ഷിക്കപ്പെട്ടതും. 2023 ഫെബ്രുവരി 27-ന് അലൻ ഫിലിപ്സ് ജയിലിൽ വെച്ച് ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്ത് പറയൂ. പുതിയൊരു ഇൻവെസ്റ്റിഗേഷനുമായി വീണ്ടും കാണാം. ബൈ.